മീനുണ്ട്, അതൊക്കെ എടുത്ത് വിട്ടാൽ ഇതുപോലെ എടുത്ത് പതുക്കെ താത്ത ഇവിടെ ആള് പൊക്കണ്ട് പതുക്കെ ധൃതി ഒന്നും പിടിക്കണം. ആ മീനെല്ലാം ഇപ്പുറത്തെ സൈഡിലോട്ട് വന്നിട്ടുണ്ട്. പറ്റ തന്നെ പൊക്കി വിട്ടാൽ പറ്റ തന്നെ. ഒക്കെ താത്ത വലിച്ചു പൊക്കരുത്. ഇറക്കി വിടണം. ഇറക്കി വിട്ടിട്ട് വലിച്ചോ, കുഴപ്പമില്ല. ഇങ്ങനെയുണ്ടോ? അങ്ങനെയുണ്ട് മാനെ. ഇവിടെ നോക്കാം. നീ അടുപ്പില് ഇവിടെ നോക്കിവിട്ടെ. ഇവിടെ നോക്കിവിട്ടെ. ഇവിടെ നോക്കിയിട്ടാ ഞാൻ ചെയ്താൽ ഉടക്കം മാറ്റിട്ട് പൊക്കിവിടും. പെട്ടെന്ന് പറഞ്ഞാൽ സമ്മതിക്കും നമ്മൾ അല്ലേ? പിന്നെ അതൊരു കിളയായിരുന്നു അത്. ഞാൻ പറഞ്ഞല്ലോ അവിടെ നിന്നോട് പൊക്കിട്ടെ. അവരുടെ ആരോഗ്യം സംശയമായിരുന്നു അത്. ഭയമും പറഞ്ഞു മാത്രമാണേ. ഇവന് കണ്ണ് കാണാൻ പറ്റാത്തത് നമ്മുടെ കുഴപ്പമില്ലല്ലോ. കുറെ നേരമായി ഇവിടെ നിൽക്കുന്നത്. ഞങ്ങളിത് കുറെ നേരം നോക്കിക്കൊണ്ടിരിക്കല്ലേ. പിന്നെ ഇനി പോരാ കയറി പോരാ. അത് ഇപ്പം ഇറക്കണ്ട. അടുത്ത നമുക്ക് അടുത്ത ഓരോ ട്രിപ്പിട്ട് വരാം. ഞാൻ പറയാം ഉടക്കി ടാപ്പ് വിളിച്ചു നേരെ ബക്കറ്റിലോട്ട് ഇറക്കാം. നേരെ ബക്കറ്റിലോട്ട് ഇട്ടാൽ മതി. പകുതി എനിക്കുള്ള കേട്ടോ കാണിച്ചു തന്നെ അല്ലേ? നിങ്ങൾ പറഞ്ഞത് പരലാന്ന് പറയുന്നത് എല്ലാം ഉണ്ടാകണം. പരലും ഉണ്ട് അതിനകത്ത് എല്ലാം തന്നെ. അല്ല ഈ 4 മണി സമയം വെള്ളത്തിൽ ചാടാന്ന് തന്നെ നേർച്ച ഉണ്ടാരാ അവരെ. ഇന്നലെ ഈ സമയത്ത് തന്നെ. ഇന്നിപ്പോൾ ഈ സമയത്ത് തന്നെ. ഒന്നോടാ എന്നാലും ബക്കറ്റിലോട്ട് നട്ടമെന്ന് പറയും. നീക്കം പോകും. ഞാൻ 5 മിനിറ്റ് കൂടെ കഴിയുമ്പോൾ നിങ്ങൾ ഒന്നുകൂടെ വിളിക്കും. കാരണം ഇനി അവിടെ നിന്ന് ഇറങ്ങി വരും. മനസ്സിലായോ? അവിടെ നിന്നേ അവിടെ നിന്ന് ഇറങ്ങി വരും സാധനം. അല്ലാതെ അവിടെ നിന്ന് ഇങ്ങോട്ട് പതുക്കെ ഇറങ്ങി വന്നിട്ട് അവിടെ നിൽക്കുന്ന. ഓ ഏത് മീനായിട്ട് നിങ്ങൾ അതിനകത്ത് ഇത് ഇടുന്നത്?
ഇങ്ങനെ 4 വില കിട്ടിയാൽ മതി അതെ കൂടുതലൊന്നും വേണ്ട. എല്ലാം എടുക്കാനുള്ള എൻ്റെ പെട്രോൾ അടിക്കുക അല്ലടാ. പെട്രോൾ അടിക്കുക. പെട്രോള് അടിക്കുക എന്നാ നമ്മളൊന്നും പറഞ്ഞില്ലല്ലോ. എന്നാണ് കണ്ടോ വന്നു നമ്മൾ ഇത് വലിച്ചു കയറ്റിയ പാട് വന്നു. താഴെ ഉണ്ടോ? അതിലുണ്ടോ? ആ പുല്ലിൻ്റെ സൈഡിൽ ഒന്ന് നിൽപ്പുണ്ട്. ആ പുല്ലിൻ്റെ സൈഡിൽ ഇങ്ങനെ നീളത്തിൽ നിൽപ്പുണ്ട്. അവിടെ തിളക്കുന്ന കാണാം. ഇങ്ങനെ നീളത്തിൽ അതിൻ്റെ അരികിൽ കൂടെ ഇങ്ങനെ. അതിനെ പിടിച്ച് വീശിയിട്ട് വെള്ളത്തിൽ ഇറങ്ങി അതിന് വാരി എടുത്ത് ഇവിടെ വന്ന സാധനം വയമ്പ് അതിന് വെള്ളത്തിൽ എന്നത്തിന് ഇറങ്ങി ഉടക്കായിരുന്നു വേട്ട് നടക്കിയത്. അല്ല നടുക്ക് 2-3 കല്ലുണ്ടായിരുന്നു. ആ കല്ലാണ് ഉടക്കിയത്. ഇറങ്ങിയപ്പോൾ കല്ലെടുത്ത് സൈഡിലേക്ക് വിട്ട്. മലബാറുകാർക്ക് പൊള്ളിക്കാം. ബാക്കി നമുക്ക് വയ്ക്കാം. ഇങ്ങോട്ട് വന്നാണ്ട് എല്ലാം ഇങ്ങോട്ട് പോകും. ഈ സൈഡിൽ നിന്ന് മാത്രം പൊട്ടി കിടന്ന് വന്നത്. അവിടെ നോക്കി അവിടെ അറിയാൻ പറ്റുമോ? ഇപ്പൊ ഇവർ നിൽക്കുന്നിടത്ത് അപ്പുറത്തോട്ട് നോക്കി. വീശാന്ന് പറഞ്ഞാൽ അത് തള്ളി വീശണം. ആറ്റോട്ട് ഒറ്റ വീശൊക്കെ മതി. അത് നല്ലൊരു കിട നിൽക്കുന്നത്.